ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം ചെയ്തതിനാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭയം കാരണം പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് കള്ളക്കേസാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിക്കുന്നുണ്ട്. പ്രതികരണമൊന്നും കാണാം. കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പൊ അത് നിയമ പോരാട്ടത്തിലൂടെ ആ ആളെന്ത് ചെയ്യും? നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. കള്ളക്കേസാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന തെളിവുകളൊന്നും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MPയെ സംബന്ധിച്ച തെളിവുകളല്ല എന്ന് പറയുന്നു. റോഷി പാലുണ്ട്. റോഷി, എന്തായാലും കേസുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ മൊഴിയെടുക്കും എന്നാണ് നമ്മൾ ശ്രമിക്കണം. കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് ഈ കേസ് കള്ളക്കേസാണെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴിയെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പരാതിക്കാരായ ആളുകളുടെയും ഒപ്പം ഈ പെൺകുട്ടികളുടെയും മൊഴി രേഖപ്പെടുത്താനും ക്രൈംബ്രാഞ്ചിന് നീക്കമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടികൾ മൊഴി നൽകുകയാണെങ്കിൽ കേസ് അടുത്ത തലത്തിലേക്ക് പോവുകയും ചെയ്യും, അല്ലേ റോഷി? അരുൺകുമാർ, ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ്. അതിൽ കൃത്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ ഗർഭഛിദ്രം ചെയ്യാൻ നിർബന്ധിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, അസഭ്യം പറയുന്നത്, കൊലപ്പെടുത്തുമെന്ന സൂചനയോടെയുള്ള സംഭാഷണമടക്കം പുറത്തു വന്നു. അത് ഏറ്റവും പ്രധാന തെളിവാണ്. ടെലിഗ്രാം ചാറ്റും വാട്സപ്പ് ചാറ്റൊക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പരാതികൾ ഇതിനോടകം പോലീസ് മേധാവിക്ക് ലഭിച്ചു. ആ പരാതികൾ നിയമപരിശോധനയുടെ അടിസ്ഥാനത്തിൽ അത് കേസെടുക്കാമെന്ന വിലയിരുത്തലിലേക്ക് എത്തുകയും അതിൽ കേസെടുക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ കടുത്ത വകുപ്പുകൾ അല്ലെങ്കിൽ പോലും ഇനി പെൺകുട്ടികൾ മൊഴി നൽകിക്കഴിഞ്ഞാൽ കൂടുതൽ കടുത്ത വകുപ്പുകൾ കേസിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇനി പെൺകുട്ടികളുടെ മൊഴി എടുക്കാനുള്ള ഒരു നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത്. മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തും. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഒന്നടക്കം പറയുന്നത് ഈ കാര്യത്തിൽ ഇടപെടില്ല എന്നാണ്. കാരണം നേതാക്കൾക്കൊക്കെ ബോധ്യമായി കഴിഞ്ഞു ഇതൊക്കെ സത്യസന്ധമാണെന്നും പെൺകുട്ടികൾ ഒട്ടേറെ പേർ സമാനമായ അനുഭവങ്ങൾ അവർക്കുണ്ടായി എന്നും നേതാക്കൾക്ക് ബോധ്യമായി. പല പരാതികളുണ്ട് നേതാക്കളുടെ മുന്നിൽ തന്നെ. അവരൊന്നും പോലീസിനെ സമീപിക്കാൻ തയ്യാറല്ല. പല പെൺകുട്ടികളും പറയുന്നത് പരാതിയുമായി മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് പിന്നീട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പമുള്ളവർ ക്രിമിനൽ സംഘങ്ങളാണെന്ന് വരെ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് സർക്കാർ സംരക്ഷണം നൽകുമെന്നാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ക്രൈംബ്രാഞ്ചിന് നീക്കം നിർണായകമാകും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ഈ കൊടിക്കുന്നിൽ സുരേഷിന് എങ്ങനെയാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുക എന്ന് വ്യക്തമല്ല. കാരണം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും മറുപടിയില്ല, കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞത്. ഏതായാലും മറ്റു നേതാക്കളൊന്നും ഇതേ നിലപാടല്ല. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരാളാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഒത്തുതീർപ്പില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഭൂരിഭാഗം നേതാക്കളും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പ്രതിരോധിക്കാൻ ആരും രംഗത്ത് വരാതിരിക്കുമ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ കൗതുകകരമായ കാര്യം.